അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം 2021 മാർവൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിനി സീരീസ് ആയിരുന്നു ഹോക്കൈ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോക്കൈ എന്ന് പറയുന്ന ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അഗൈൻ ഈ ഒരു സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഡൂംസ് ഡേ വരാനിരിക്കുകയാണ്. സോ അതിന്റെ മുമ്പ് അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ മാർവൽ നെറ്റ്ഫ്ലിക്സ് യൂണിവേഴ്സ്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഡെയർ ഡെവിൾ ഒക്കെ ഉള്ള ഡിഫൻഡേഴ്സ് ആകുകയും നമ്മുടെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആദ്യത്തെ സീരീസ് ആണ് ഹോക്കൈ. അതുമാത്രമല്ല, അവഞ്ചേഴ്സിൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഹോക്കി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയ്ക്ക് കൊടുത്തിട്ടുള്ള ബെസ്റ്റ് ട്രിബ്യൂട്ട് ആണ് ഈ ഒരു സീരീസ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം റിട്ടയർഡ് ആയിട്ടുള്ള ഹോക്കയുടെ പിന്നീടുള്ള ലൈഫും റോണിൻ എന്നുള്ള പേരിൽ അങ്ങേര് ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും, ഒപ്പം പുതിയൊരു ഹോക്കൈ, ഒരു ന്യൂ അവഞ്ചറിനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. ഏറ്റവും പ്രധാനമായിട്ട് എൻഡ് ഗെയിമിന് ശേഷം മാർവൽ ഫോളോ അപ്പ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇത്തരം പല സീരീസുകൾ ഇറങ്ങിയതൊന്നും കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു ബിയോണ്ട്. സോ ഈ ഒരു സീരീസ് തുടങ്ങുന്നത് 2012 ചിറ്റോറി അറ്റാക്കിന്റെ ടൈം കാണിച്ചുകൊണ്ടാണ്. ന്യൂയോർക്കിലെ ഒരു പെന്റ് ഹൗസിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള കേറ്റ് ബിഷപ്പ് എന്ന് പറയുന്ന ഒരു കുട്ടി അവളുടെ അച്ഛനും അമ്മയും ചില പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കടിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുട്ടിയുടെ അമ്മയുടെ പേരാണ് എലനോർ ബിഷപ്പ്. അവർക്ക് ബിഷപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ പേരാണ് ഡെറക് ബിഷപ്പ്. നത്തിങ് മോർ ടു സേ. സോ അവൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിലായി അവർ വഴക്കൊക്കെ നിർത്തിയിട്ട് അച്ഛൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് അവരുടെ ഇടയിലുള്ള പ്രശ്നം. അതിന്റെ ശേഷം അമ്മയും വന്ന് അവളെ സമാധാനിപ്പിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ലോക്കിയുടെ ചിറ്റോറി അറ്റാക്ക് നടക്കുന്നത്. ഈ ഒരു ചിറ്റോറി അറ്റാക്ക് എങ്ങനെയാ എന്താന്നുള്ളതൊക്കെ നമ്മൾ അവഞ്ചേഴ്സ് 2002 എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അവരുടെ ഒരു പെൻഡോസ് ഒക്കെ തകർന്ന് ഈ ഒരു കുട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അറ്റാക്കിന്റെ ഇടയിൽ നിന്നിട്ടാണ് അവൾ ആദ്യമായിട്ട് ഹോക്കൈനെ കാണുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സൂപ്പർ പവറും ഇല്ലാത്തൊരു വെറും സാധാരണ ആർച്ചർ സ്വന്തം സ്കിൽസ് കൊണ്ടും ഗഡ്സ് കൊണ്ടും മാത്രം സിറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച അവളെ വളരെ ഇൻസ്പയർ ചെയ്യാണ്. അങ്ങനെ നമുക്കറിയാവുന്ന പോലെ അറ്റാക്കിൽ അവഞ്ചേഴ്സ് ജയിക്കുന്നുണ്ടെങ്കിൽ അവസാനം എല്ലാം തകർന്നു വീണിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കേറ്റ് ബിഷപ്പും അവളുടെ അമ്മയും മാത്രമേ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ അച്ഛൻ അങ്ങനെ അവിടെ മരിക്കുകയാണ്. പിന്നീടുള്ള സീനിൽ ഈ ഒരു ഫ്യൂണറലാണ് കാണിക്കുന്നത്. കേറ്റിന് വീണ്ടും ഇതുപോലൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പേടി തോന്നുമെങ്കിലും അവളുടെ അമ്മ നമ്മുടെ ഹീറോസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവര് നമ്മളെ രക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. ബേസിക്കലി ഇതൊക്കെ കേട്ടിട്ടും ഹോക്കൈ കണ്ട് ഇൻസ്പയർ ആയിട്ടൊക്കെയാണ് ഈ ഒരു കുട്ടിക്ക് അവഞ്ചർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നത്. അങ്ങനെ അന്ന് തൊട്ടിട്ട് ബോവ് ആരോ ഒക്കെ എടുത്ത് പ്രാക്ടീസ് തുടങ്ങുകയാണ്. പ്രസന്റ് ടൈമിൽ ഇപ്പൊ കേറ്റ് ബിഷപ്പ് 22 വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. അവൾക്ക് ഇപ്പോഴും ആർച്ചറിയോടുള്ള ഒരു ആവേശം മാറിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് അവൾ ആർച്ചറി, ആക്രോബാറ്റിക്സ്, ഫൈറ്റിംഗ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പിസോഡിൽ ദൂരെയുള്ള ഒരു ബെൽ ടവറിലേക്ക് അമ്പ അയച്ചിട്ട് അത് വെച്ച് ബെല്ലടിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് തന്നെ അവളുടെ പ്രോഗ്രസ് കാണിക്കുന്ന ഒരു സീനായിരുന്നു. പക്ഷെ നൈസായിട്ട് അവളെ ബെൽ ടവറും കൂടി പൊളിച്ചിടുന്നുണ്ട്. അങ്ങനെ അത് കൈയോടെ തൂക്കിയപ്പോൾ അവളുടെ ന്യൂയോർക്കിലുള്ള വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് ന്യൂയോർക്കിൽ ഇപ്പോൾ ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് റോജേഴ്സ് ദ മ്യൂസിക്കൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ പ്ലേ നടക്കുന്നുണ്ട്. അതിലാണെങ്കിൽ 2012 അവഞ്ചേഴ്സിന്റെ ഫൈറ്റ് ഒക്കെയാണ് കാണിക്കുന്നത്. അത് കാണുന്നതാണെങ്കിൽ ഹോക്കയും മക്കളും. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം റിട്ടയർഡ് ആയ ഹോക്കൈ ബ്ലിപ്പിൽ തിരിച്ചു കിട്ടിയ അയാളുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ന്യൂയോർക്കിൽ വെക്കേഷൻ കൂടെ വന്നതാണ്. അവരുടെ മുഖത്തുനിന്ന് തന്നെ പരിപാടി എത്ര അലമ്പാന്ന് മനസ്സിലാവും. അതിൽ പെട്ടെന്ന് നടാഷയെ കാണിക്കുമ്പോൾ ഹോക്കൈ ആകെ ഇമോഷണലി ബ്രേക്ക് ആവുകയാണ്. കാരണം ഇപ്പോഴും അയാൾ ആ ഒരു ഡിപ്രഷനിൽ പുറത്തു വന്നിട്ടില്ല. നടാഷ താൻ കാരണമാണ് മരിച്ചത് എന്നുള്ളൊരു കുറ്റബോധം ഹോക്കയുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി വാഷ്റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ ആണെങ്കിൽ ഏതൊക്കെ അവന്മാർ താനോസ് വാസ് റൈറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഫാൻസിന്റെ ശല്യം വേറെ. ടോട്ടലി ഹോക്കൈ ഹാപ്പി ആണോ ചോദിച്ചാൽ ഹാപ്പി ആണ്, ബട്ട് സെയിം ടൈം അവസ്ഥയിലാണ്. എന്തായാലും പിള്ളേര് ഹോക്കയും മനസ്സിലാക്കുന്നുണ്ട്. പാരലലി നമ്മുടെ കേറ്റ് ബിഷപ്പ് തിരിച്ച് ന്യൂയോർക്കിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ അവളുടെ അമ്മ എലനോർ ബിഷപ്പ് ഒരു ചാരിറ്റി ഓപ്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങനെ ഒരു ബെൽ ടവർ തകർത്തതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലനോർ കേറ്റിനോട് അപകടം അന്വേഷിച്ച് പോകാൻ നിൽക്കരുത്, നീ ഒരു കുട്ടിയാണ്, സൂപ്പർ ഹീറോ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈ ദ വേ ഈ ഒരു കേറ്റ് ബിഷപ്പ് US ഓപ്പൺ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിലൊക്കെ മെഡൽ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. വിച്ച് മീൻസ് അത്യാവശ്യം സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ആർച്ചറാണ്. അവരങ്ങനെ ഈ ഒരു ചാരിറ്റി അല്ലെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി, അതിന് പോവാൻ നിൽക്കുമ്പോഴാണ് എലനോറിന്റെ ഫിയാൻസെ ജാക്ക് ഡെക്കെയിൻ കയറി വരുന്നത്. സംഭവം ഇയാൾ അവരുടെ പുതിയ ഹസ്ബൻഡ് ആവാൻ പോകുന്ന കാര്യമൊന്നും കേറ്റ് ബിഷപ്പിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ ഒരു ജാക്ക് എന്ന് പറയുന്ന ആള് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സോഡ്സിനോടും വെപ്പൺസിനോടൊക്കെ കമ്പുള്ള, മെയിൻ ആയിട്ട് കുറച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എന്തായാലും കേറ്റ് ഒരുമാതിരി ഷോക്കായി പോവാണ്. അങ്ങനെ പാർട്ടിയിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ജാക്കിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള അർമാൻ ഡെക്കെയിൻ വന്നിട്ട് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എലനോറും ജാക്കും കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയുമ്പോഴാണ് നാട്ടിലെല്ലാവരും അറിഞ്ഞിട്ടും മകളായിട്ടുള്ള ഞാൻ മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കേറ്റ് മനസ്സിലാക്കുന്നത്. അവൾ അങ്ങനെ എലനോറിനോട് ചൂടായിട്ട് അങ്ങനെ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അവളെ പോലെ വന്ന് നിൽക്കുന്ന ഒരു നായനെ കാണുന്നുണ്ട്. അവൾക്ക് കാര്യങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ചങ്ങോട്ട് കയറി വന്ന് അവൾ നോക്കുമ്പോൾ ഈ അർമാണ്ട് അവളുടെ അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് ത്രെട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവര് പോയ ശേഷം അവൾ അയാളുടെ പിന്നാലെ പോയപ്പോഴാണ് കാണുന്നത് ഈ ഒരു ചാരിറ്റി ഓപ്ഷന്റെ മറവില് രഹസ്യമായിട്ട് ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ ഒളിച്ചും പാത്തും ആ ഒരു ഓപ്ഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ജാക്കും അർമാണ്ടും ഒക്കെ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിലെ മെയിൻ ഐറ്റം
ആണ് റോണിന്റെ വാളും അയാളുടെ സ്യൂട്ടും. ഇനി ഈ റോണിൻ ആരാന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. റോണിൻ ആക്ച്വലി ഹോക്കൈ തന്നെയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വാറിലെ ബ്ലിപ്പിന് ശേഷം ഫാമിലി മുഴുവൻ വാനിഷ് ആയ ഹോക്കൈ ഒറ്റപ്പെട്ടു പോവാണ്. അതിന്റെ ശേഷം ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം കൈവിട്ടു പോയ അങ്ങേര് ആ ഒരു ദേഷ്യത്തിലും ഡിപ്രഷനിലും റോണിൻ എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് എൻഡ് ഗെയിം വരെയുള്ള ടൈം വരെ ലോകത്തിലെ പല ക്രിമിനൽ ഗ്യാങ്ങിനെയും കൊന്നുതള്ളി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മെക്സിക്കോയിലെ ഡ്രഗ് കാർട്ടൽസ്, ന്യൂയോർക്കിലെ മാഫിയാസ്, റഷ്യൻ മാഫിയാസ്, ജപ്പാനിലെ യക്കുസ ഗ്യാങ് വരെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജപ്പാൻ കൊലവിളി നടക്കുന്ന സമയത്തായിരിക്കും അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നടാഷ ഹോക്കൈയെ തിരിച്ചു വിളിക്കാൻ വരുന്നത്. ഓൾസോ ഈ ഒരു അമേരിക്കൻ റഷ്യൻ ഗ്യാങ്സിനൊക്കെ ഹോക്കൈ അഥവാ റോണിൻ തീർക്കാൻ നടന്നിരുന്നു പറഞ്ഞല്ലോ. ആ ഗ്യാങ്സ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞ മാർവൽ നെറ്റ്ഫ്ലിക്സ് യൂണിവേഴ്സ്, അതായത് ഡെയർ ഡെവിൾ യൂണിവേഴ്സിൽ വിൽസൺ ഫിസ്ക് എന്ന് പറയുന്ന അഥവാ കിങ് പിൻ എന്ന് പറയുന്ന ഒരു കൊടൂര വില്ലുണ്ട്. അയാളുടെ നെറ്റ്വർക്കിൽ വരുന്ന ഗ്യാങ്സ് ആയിരുന്നു. സോ ഇതാണ് ഈ ഒരു സീരീസിന്റെ ആ ഒരു യൂണിവേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ലിങ്ക്. ബേസിക്കലി ഈ റോണിൻ എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നം പോലെ ആയിരുന്നു ആ ഗ്യാങ്സിനൊക്കെ. അതിന്റെ ഒപ്പം തന്നെ ഒരുപാട് എനിമീസ് ഉള്ള ഒരു ഐഡന്റിറ്റിയും കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും എൻ ഗെയിമിന്റെ ശേഷം ഹോക്കൈ ആ ഒരു റോണിൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഒക്കെ ഉപേക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷെ ആ ഒരു സ്യൂട്ടും സോഡൊക്കെ ആണ് ഇപ്പൊ ഓപ്ഷനിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ അർമാൻഡും ജാക്കും അത് കിട്ടാൻ വേണ്ടി ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വില ഇപ്പൊ ഏറെക്കുറെ $5 ലക്ഷം ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓപ്ഷൻ സെന്റർ ഇടിച്ചു പൊളിച്ച ഒരു അറ്റാക്ക് നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കിങ് പിന്നിന്റെ ആൾക്കാരായിട്ടുള്ള ട്രാക്ക് സ്യൂട്ട് മാഫിയാണ് അത് ചെയ്തത്. പക്ഷെ അവര് വന്നത് റോണിന്റെ ഈ ഒരു ഐറ്റംസ് എടുക്കാനൊന്നും അല്ലായിരുന്നു, ഒരു വാച്ചിന് വേണ്ടിയിട്ടാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താന്ന് പറഞ്ഞുതരാം. ആ വാച്ച് എന്ന് പറയുന്നത് വെറും ഒരു വാച്ച് അല്ല, അതൊരു ഷീൽഡ് ഓപ്പറേറ്റീവ് ഏജന്റിന്റെ വാച്ചാണ്. അതിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷീൽഡ് ഇന്റൽസും അതായത് ഷീൽഡിന്റെ ഏജൻസിന്റെ മറ്റും ഡാറ്റ ഒക്കെ ഉണ്ടായിരിക്കും. അത് കിങ് പിന്നിന് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഇനി ആ ഒരു വാച്ച് ആരുടെ ആണെന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്. അതെന്ന് പറയുമ്പോൾ ക്ലിന്റ് ബാർട്ടന്റെ, അതായത് നമ്മുടെ ഹോക്കയുടെ ഭാര്യയായിട്ടുള്ള ലോറ ബാർട്ടന്റെ വാച്ചാണ്. വിച്ച് മീൻസ് മാർവൽ ഇപ്പോഴാണ് റിവീൽ ചെയ്യുന്നത് ഹോക്കയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഷീൽഡ് ഏജന്റ് ആയിരുന്നു. എന്തൊക്കെയായാലും ഇപ്പൊ അതിന്റെ ഉള്ളിൽ വെടിവെപ്പും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് റോണിൻ സ്യൂട്ട് ഇരിക്കുന്ന പെട്ടി കേറ്റ് ബിഷപ്പിന്റെ മുന്നിലേക്ക് കിട്ടുന്നത്. അവള് വേഗം ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഈ വന്നവന്മാരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് റോണിന്റെ സോഡ് ജാക്കിന്റെ കയ്യിലും കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് ഈ ഒരു ട്രാക്ക് സ്യൂട്ട് മാഫിയയിൽ പെട്ട ഒരുത്തൻ അവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു. അവ അടുത്ത് കിടക്കുന്ന ഒരു ബാഗ് ശ്രദ്ധിക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു വാച്ച് അവന് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പട്ടി അയാളെ കടിക്കുന്നത്. ഓപ്ഷൻ സെന്ററിൽ നിന്ന് പുറത്തിയായിട്ട് കേറ്റ് ബിഷപ്പ് നോക്കുമ്പോൾ ഇയാൾ ആ ഒരു പട്ടിയെ കൊല്ലാൻ നോക്കുന്നത് കണ്ട അയാളെ ചവിട്ടി നിലത്തിട്ടിട്ട് ആ പട്ടിയുടെ പിന്നാലെ ഓടി. പാരലലി ഇതേ സമയത്ത് ഹോക്കയും ഫാമിലി ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ ക്രിസ്മസിന് വീട്ടിൽ പോകാനുള്ള ഒരു പ്ലാനിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പാർട്ട്മെന്റിലെ TV ന്യൂസിൽ റോണിൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് റോണിൻ സ്യൂട്ട് ഇട്ട ഒരാൾ സിറ്റിയിലൂടെ അങ്ങനെ ഓടി നടക്കുന്നൊക്കെ കാണിക്കുന്നത്. ആ കാണിക്കുന്നതാണെങ്കിൽ കേറ്റ് ബിഷപ്പ് ആ ഒരു സ്യൂട്ട് ഇട്ടിട്ട് ആ ഒരു പട്ടിയെ കാറിന്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഒരു ഫൂട്ടേജ്. ഇതൊക്കെ കണ്ട് ഷോക്കായിട്ട് ആ ഒരു പഴയ റോണിൻ ടൈമൊക്കെ ആലോചിച്ച് തരിച്ചു നിന്ന് പോവാണ് ഹോക്കൈ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു റോണിൻ ആരാന്നുള്ള ആ ഒരു ട്രൂ ഐഡന്റിറ്റി അത് അങ്ങേർക്ക് മാത്രമേ അറിയൂ. ഈ ഒരു സ്യൂട്ട് ഇട്ടിട്ട് ഇനി ആരെന്തൊക്കെ തോന്നിയാസം ചെയ്താലും അത് ഹോക്കൈ ആയിരിക്കും ബാധിക്കുക. അത് മാത്രമല്ല ഇനിയിപ്പോ അതൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ഈ റോണിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ കേറ്റ് ബിഷപ്പ് അവൾക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വീടുണ്ട്. അതിൽ ആ ഒരു പട്ടിയെ കൊണ്ടാക്കിയിട്ട് അർമാൻഡിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പറയേണ്ടത് എന്തിനാണ് ഈ ഒരു അർമാൻഡ് തന്റെ അമ്മയായിട്ടുള്ള എലനോറിനെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ ഈ ബ്ലാക്ക് മാർക്കറ്റ് ഓപ്ഷനായിട്ട് ജാക്കിനുള്ള ബന്ധം എന്താന്നൊക്കെയാണ്. അങ്ങനെ അർമാൻഡിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി അവള് ടേബിളിൽ നോക്കുമ്പോൾ ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അർമാൻഡ് ബട്ടർ സ്കോച്ച് കാൻഡി ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഇപ്പം മൈൻഡ് ചെയ്യേണ്ട, അത് നെക്സ്റ്റ് എപ്പിസോഡ്സിലേക്കുള്ള ഒരു ലിങ്ക് ആണ്. അകത്തേക്ക് കൂടുതൽ പോയി നോക്കുമ്പോഴാണ് ഹാളില് അർമാൻഡ് മരിച്ചു കിടക്കുന്നതായിട്ട് അവൾ കാണുന്നത്. പണി പാളിന്ന് മനസ്സിലായ അവള് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി സ്ട്രീറ്റിലെത്തി. എന്നാൽ അവിടെ ആണെങ്കിൽ ഞാൻ നേരത്തെ കണ്ട ട്രാക്ക് സ്യൂട്ട് മാഫിയ ഇവളെ വളയാണ്. കാരണം ഇവൾ ഇപ്പോഴും റോണിൻ സ്യൂട്ടിലാണല്ലോ. അവരവളെ വലിച്ചിട്ട് അടിക്കുന്ന സമയത്ത് ഹോക്കായി അവിടെ എത്തിയിട്ട് എല്ലാത്തിനും അടിച്ചൊതുക്കി. അതിന്റെ ശേഷം അവളെ തൂക്കിയെടുത്ത് അടിക്കുമ്പോഴാണ് ഇതൊരു പെണ്ണാണല്ലോ എന്ന് ഹോക്കായിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഫേസ് ഓഫിൽ എപ്പിസോഡ് 1 അവിടെ തീരുകയാണ്. സോ ഇതാണ് ഹോക്കൈയുടെ എപ്പിസോഡ് 1. നെക്സ്റ്റ് എപ്പിസോഡ്സ് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് ഇടാം. അതുപോലെ തന്നെ കൂടുതൽ മാർവൽ എക്സ്പ്ലനേഷൻസിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.